എന്തു പറ്റി? ക്ഷേത്ര ദർശനത്തിനൊക്കെ ഇറങ്ങിയിരിക്കുന്നു. പതിവില്ലാത്ത ശീലമൊക്കെ ആണല്ലോ. ഓ, കാര്യം പിടികിട്ടി. വീട്ടിൽ നിന്നുള്ള മോഷണവും തരികിട പരിപാടിയും ഒന്നും നടക്കാതായപ്പോ ഇനി അമ്പലത്തിലോട്ട് കയറി മോഷ്ടിക്കാമെന്ന് കരുതി കാണും അല്ലേ? ക്ഷേത്ര ദർശനം എന്ന ശീലമില്ലാത്ത പരിപാടിയുമായി നീ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുപറ്റി? പ്രണവിനെ കാണാൻ പറ്റിയില്ല അല്ലേ? നാലാള് കൂടുന്നവരിടത്ത് പ്രണവിനെ അപമാനിച്ചാൽ അവൻ അതോടെ നിന്റെ കാൽക്കൽ വീണ് യാചിച്ച് സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നിന്നെ തിരികെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകുമെന്ന് നീ കരുതിയല്ലേ? ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? പ്രണവ് ഇന്ന് അമ്പലത്തിലേക്ക് വരുന്നു എന്ന് നിന്നെ അറിയിക്കാൻ ചാരന്മാരുണ്ടെങ്കിൽ നിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ 1000 ചാരന്മാര് എനിക്കും കാണും ശിവാനി. പക്ഷേ നിന്റെ ഉദ്ദേശം നടന്നില്ല അല്ലേ? ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാമെന്ന് കരുതി നീ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതെ അങ്ങ് വാങ്ങി വെച്ചേക്ക്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഏയ്, ഒരിക്കലും അല്ല. ആ തീരുമാനം എന്റെ അല്ല, പ്രണവിൻ്റെത്. ആ, ഇനി ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പ്രണവിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്ന് കഴിഞ്ഞു. ഇനി നീ അവന്റെ പുറകെ നടക്കണ്ട. ഇനിയും പ്രണവിനെ അപമാനിച്ചും നാണം കെടുത്തിയും നിന്റെ ആഗ്രഹം സാധിച്ചെടുക്കാമെന്ന ചിന്തയോടെ പിന്തുടരാനാണ് ഭാവമെങ്കിൽ ശിവാനി, അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഓർത്തോ? അതെ, നിന്റെ വിരട്ടിൽ കേട്ടല്ലേ ഞാൻ അതോടെ എല്ലാം വെച്ചൊഴിഞ്ഞ് പോകുന്നാണോ കരുതുന്നത്? പ്രണവിന്റെ ജീവിതത്തിലേക്ക് ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് വരിക എന്നത് നീ തല കുത്തി മറിഞ്ഞാലും നടക്കാൻ പോണില്ല. അതിന് എന്നെ നിനക്ക് കൊല്ലേണ്ടി വരും. അങ്ങനെ ചത്ത് കെട്ടുപോലും നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല നിധി. പ്രണവിന്റെ ഭാര്യയെ തന്നെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരും, മടങ്ങി വന്നിരിക്കും. ദേ, ഈ അമ്പലത്തിലെ ശ്രീകോവിലിരിക്കുന്ന ദൈവസത്യം, ഞാൻ ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരും. നോക്കിക്കോ. ആഹാ, ഇതാര് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആകെ പ്രശ്നമാണ് ഗൗതം. പ്രശ്നോ? എന്തു പ്രശ്നം? പ്രണവ് ഇന്ന് അമ്പലത്തിൽ പോകുന്ന കാര്യം ശിവാനി എങ്ങനെയോ അറിഞ്ഞു. കൃത്യസമയത്ത് തന്നെ ശിവാനിയും അതേ അമ്പലത്തിലെത്തി. ഐശ്വര്യയും പ്രണവിനെ ഒരുമിച്ച് അമ്പലത്തിൽ വെച്ച് അവളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐശ്വര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ ശിവാനി എല്ലാം വിളിച്ചു പറഞ്ഞേനെ. അതോടെ നമ്മുടെ പ്ലാനും പൊളിഞ്ഞേനെ. അതിനിപ്പോ എന്താ കുഴപ്പം? പ്രണവിന് നേരത്തെ വിവാഹം കഴിഞ്ഞാണെന്ന് ഐശ്വര്യ അറിയുന്നത് തന്നെയല്ലേ നല്ലത്? അറിയണം, പക്ഷെ അതൊരിക്കലും മറ്റൊരാൾ പറഞ്ഞാവരുത്, പ്രത്യേകിച്ച് ശിവാനി. ശിവാനി ഐശ്വര്യയുടെയും പ്രണവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാണെന്നും അത് മറച്ചുവെച്ച് നിന്നെ ചതിക്കുകയാണെന്നും വിളിച്ചു പറഞ്ഞാ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗൗതം ഒന്ന് ആലോചിച്ച് നോക്ക്. ഐശ്വര്യ എല്ലാം അറിയണം, പക്ഷെ അത് ശിവാനി പറഞ്ഞാവരുത്. പ്രണവ് തന്നെ അവളോട് തന്റെ സാഹചര്യങ്ങൾ പറയുന്നതായിരിക്കുമല്ലോ കൂടുതൽ നല്ലത്. ശരിയാണ്. സത്യം മറച്ചു വെച്ചു എന്നൊരു തോന്നൽ ഐശ്വര്യക്കുണ്ടായാൽ അത് ചിലപ്പോൾ ഒരു അനിഷ്ടത്തിന് കാരണമാവും. ഈ ശിവാനിക്ക് എന്തെങ്കിലും ഒരു തടയിട്ടേ മതിയാവൂ ഗൗതം, അല്ലെങ്കിൽ അവള് പ്രണവിന് സമാധാനം കൊടുക്കില്ല. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. തൽക്കാലം ശിവാനിയുടെ കാര്യം ഐശ്വര്യ അറിഞ്ഞാൽ പോലും ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാത്ത വിധത്തിൽ അവര് തമ്മിലുള്ള ബന്ധം ദൃഢമായിക്കോട്ടെ. ശിവാനിയുടെ കാര്യമല്ലേ, അവളുടെ കാര്യത്തിൽ നമുക്കൊരു കടിഞ്ഞാണിടാം. അങ്ങാടി തോറ്റിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ ആയല്ലോ കാര്യങ്ങള്. ഇതെല്ലാം നശിപ്പിച്ചാലേ നഷ്ടം നിനക്ക് തന്നെയാ. പകരം വാങ്ങാൻ നയാ പൈസ പോലും ഇല്ലെന്ന കാര്യം ഓർമ്മ വേണം.
ഇനി എന്താ അമ്മ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ചലിച്ച അപ്പ നീതി അറിയും. എന്റെ ഓരോ നീക്കങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തടയിടുക അവള്. അവക്ക് ബുദ്ധി അല്പം കൂടുതലാ. നിന്റെ കയ്യിലാണെങ്കിൽ അത് തീരെ ഇല്ലതാനും. എന്നാലും ഇതും ആ നിധി പൊളിച്ചെടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്ന് അവൾ എന്റെ മൂത്തുക്കി പറഞ്ഞ എന്താണെന്നറിയോ? പ്രണവിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വരാൻ പോകുന്നു. അതവള് വെറുതെ പറഞ്ഞതായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നിന്നെയും പ്രണവിനെയും തമ്മിൽ കാണാൻ പോലും അവൾ അനുവദിക്കാത്തത്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാക്കിയാലോ എന്ന പേടിയായിരിക്കും അവക്ക്. എത്ര നാൾ അവൾക്ക് പ്രണവിനെ ഇങ്ങനെ പൊതിഞ്ഞോണ്ട് നടക്കാൻ പറ്റും? ഞാൻ ജീവിച്ചിരിക്കുമ്പോ പ്രണവിനെ കൊണ്ട് വേറെ കെട്ടിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. സമ്മതിക്കൂല ഞാൻ. നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനാ പ്രണവിനെ കെട്ടിക്കാൻ നോക്കുന്നേന്ന്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു നീക്കം ഈശ്വരമംഗലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രണവിന്റെ മൗനസമ്മതം കാണുമല്ലോ. അവൻ അങ്ങനെയൊക്കെ സമ്മതിക്കോ? എനിക്കൊന്ന് അറിയണമല്ലോ. നീ ഇതെന്ത് ചെയ്യാൻ പോവാ? ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. വേറെ കെട്ടാൻ പോകുന്നതെന്ന് ചോദിക്കണം. നോക്കുമോളെ, പ്രണവ് വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഭീഷണിയൊന്നും ഏൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, കരഞ്ഞ് കാല് പിടിക്കുക. അവന്റെ മനസ്സിന്റെ കോണിലെങ്കിലും നിനക്കൊരു ഇടം ഉണ്ടെങ്കിൽ ആ ഇടം ഒന്ന് വളർത്തി വലുതാക്കി എടുക്ക്. അതിന് പറ്റുമോ നിനക്ക്? അമ്മ ഇങ്ങനെ തന്ത്രങ്ങൾ മാറ്റി മാറ്റി പറയല്ലേ. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കും. അവന് വേറെ പെണ്ണ് നോക്കി തുടങ്ങിയെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. അതുകൊണ്ടാ അവനോട് നൈതി സംസാരിക്കാൻ പറഞ്ഞത്. വീണ്ടും ഭീഷണിപ്പെടുത്താൻ നിന്ന 1% ഇഷ്ടം നിന്നോടുണ്ടെങ്കിൽ അതോടെ പോയി കിട്ടേ ഉള്ളൂ. അമ്മ ഫോണിങ് എടുത്ത് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ വേണോ? അമ്പലത്തിൽ വെച്ച് എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എടുക്കണ്ട. ഫോൺ കട്ടായി കളഞ്ഞല്ലോ അമ്മേ. മോൾ ഒന്നുകൂടി വിളിച്ചേ. കട്ടാക്കി. എനിക്കൊന്ന് കാണണം. ഇത് വലിയ ശല്യമായല്ലോ. എന്നെ വിളിക്കരുന്ന് പറഞ്ഞിട്ടുള്ളല്ലേ നിന്റെ അടുത്ത്? പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലേ? എന്തിനാ വീണ്ടും വീണ്ടും കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ദേഷ്യപ്പെടല്ലേ പ്രണവേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക്. സമ്മതിക്കുന്നു, ഞാൻ ചെയ്തൊക്കെ തെറ്റാ. പ്രണവ് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോ എനിക്കത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്നെന്ന് അറിയോ? ഒരു മനുഷ്യനോട് കാണിക്കാവുന്നതിന്റെ അങ്ങേയറ്റം കാണിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ വിഷമത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന